ഈ അതുല്യ പ്രതിഭയെ നമുക്ക് അതിഥിയായി ലഭിച്ചതിനും നേരിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം അനുഭവിച്ചറിയാൻ അവസരം കിട്ടിയത് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട KG മാർക്കോസ് സാറിനെ മുഖ്യ സന്ദേശത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്രിസ്മസൊക്കെ അടുത്തു വരികയാണ്. ഇനി നമുക്ക് ഏതാണ്ട് 3-4 ദിവസമേ ഉള്ളൂ ക്രിസ്മസിന്. ഇന്ന് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന ഓർത്തഡോക്സ് പള്ളിയിലെ ഈ സവിധം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും പ്രിയപ്പെട്ട ബഹുമാനിതരായിട്ടുള്ള വൈദികർ, ഈ പള്ളിയിലെ ട്രസ്റ്റി, സെക്രട്ടറി, മറ്റ് ബോർഡ് മെമ്പേഴ്സ്, അംഗങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും അതേപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ സ്നേഹബന്ധനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം നല്ല ഒരു ക്രിസ്തുമസും അതോടൊപ്പം ഒരു നല്ല പുതുവത്സരവും ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനിവിടെ തന്നെയാണ് താമസം. ബൈബിൾ കോളേജിനടുത്തായിട്ട് അഞ്ചിറ ഗ്രൂപ്പ് സൈഡ് എന്ന വില്ല പ്രോജക്റ്റിലാണ് ഇപ്പം ഞാൻ താമസിക്കുന്നത്. ഏതാണ്ട് 32 വർഷത്തോളം കടവന്ത്രയിലായിരുന്നു ഞാൻ. ആ വീട് ഇപ്പോഴുണ്ട്, എങ്കിലും ഞാൻ അവിടുത്തെ എളകുളം ഓർത്തഡോക്സ് പള്ളിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാദൃശ്ചികമായിട്ട് സോണിയെ എനിക്ക് പരിചയപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പം അദ്ദേഹം വടമുകൾ പള്ളിയിലാണെന്നും എന്നെ ആത്മാർത്ഥമായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ക്ഷണിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അതിനുശേഷം പിന്നെ എന്നെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ വീടിൻ്റെ പണി നടന്നതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെ തന്നെ സ്ഥിരമായിട്ടും ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് 40 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനും അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും യുവാക്കളുടെ ആ ഒരു സന്തോഷം പങ്കിടാനുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. നമുക്ക് ഏവർക്കും അറിയാം ബഹുമാനപ്പെട്ട അച്ഛൻ എന്താണ് ക്രിസ്മസ് എന്നും ക്രിസ്മസിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം നമ്മളെ ബോധിപ്പിക്കുകയുണ്ടായി. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ആഘോഷങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 65 വർഷം മുമ്പ് ഇങ്ങനെയുള്ളൊരു ക്രിസ്തുമസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇതുപോലെ കളർഫുൾ ആയിരുന്നില്ല. ഈവൻ ബലൂൺ പോലും എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ബലൂൺ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ചെറുപ്പത്തിലെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ ഓലമടലിൻ്റെ പുറം ഭാഗത്ത് ഉള്ള ഒരു സാധനം ഇങ്ങനെ ഇറക്കിയെടുത്തിട്ട് അതിങ്ങനെ വളച്ച് കെട്ടി ഉണ്ടാക്കുന്ന ഒരു അതിൽ കളർ പേപ്പർ ഒട്ടിച്ചിട്ടാണ് അതിൽ വിളക്ക് തൂക്കിയിട്ടൊക്കെയാണ് സ്റ്റാർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ആവേശമായിരുന്നു. കാരണം ഇതൊക്കെ ഉണ്ടാക്കാൻ, കാരണം കടയിൽ പോയി നമുക്ക് വാങ്ങിക്കാനായിട്ട് അന്ന് യാതൊരുവിധ നിവൃത്തിയില്ല, അങ്ങനെയുള്ള കടകളുമില്ല. ഇന്നത്തെ പോലുള്ള പേപ്പർ സ്റ്റാറൊന്നും അന്ന് കിട്ടാനില്ല. അപ്പം അതൊരു വാശിക്ക് അടുത്തടുത്തുള്ള വീടുകളെല്ലാം ചേർന്ന്, വീടുകളിലെ കുട്ടികൾ ചേർന്ന് ഉണ്ടാക്കുമായിരുന്നു. ഓണത്തിനും ക്രിസ്മസിനും മറ്റു വിശേഷ അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് 3 നേരവും എല്ലാ ദിവസവും ഇറച്ചി, മീന്, മുട്ട, പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളല്ലേ, ബർഗർ, മന്തി എന്ന്
നോക്കുമ്പോൾ എനിക്ക് തന്നെ അറിഞ്ഞോളൂ പല കാര്യങ്ങളും ഞാൻ പിള്ളേരുടെ പറയും. അപ്പം ഇതൊന്നും അന്നില്ല. അപ്പം അന്ന് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ആണ് ഇറച്ചി എന്ന് പറഞ്ഞാൽ ബീഫ്. എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ അന്ന് എൻ്റെ അപ്പൻ ഡോക്ടറായിരുന്നെങ്കിലും ഒരു 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇറച്ചിക്കടയൊക്കെ ഇറച്ചി മാറ്റുകൊണ്ട് വരാൻ സൈക്കിൾ കയറ്റി വിടുമായിരുന്നു. അപ്പം എനിക്ക് അന്നും മടിയാണ്, ഇച്ചിരി എന്തോ ആണെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ കയറിയെന്ന് തോന്നുന്നത് ചെറിയ പ്രായത്തിൽ. അപ്പോൾ ഞാനങ്ങനെ പോകാറില്ല, പക്ഷെ ചേട്ടൻ പോകും. പുള്ളിക്ക് സൈക്കിളിൽ ചവിട്ടാൻ പറ്റില്ല, അത് കാരണം പുള്ളി ഇടയ്ക്കിടയ്ക്ക് പോകും. പക്ഷെ അന്ന് 1.5 രൂപയേ ഉള്ളൂ ബീഫിന് എൻ്റെ ഓർമ്മയിൽ. പിന്നെ അത് 3 രൂപയായി. ഇന്നിപ്പം എത്രയോ ഇറച്ചിക്ക് കഴിഞ്ഞാൽ എനിക്ക് ബീഫിന് 400-300 വർഷമൊക്കെയായി. അപ്പം അത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞു ഓരോ കാര്യത്തിലും നമുക്ക്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഇറച്ചി. മുഖ്യമായിട്ടും വീടുകളിൽ കൊണ്ടുവരുന്ന മീനാണ്, അതും ചെറിയ മീൻ, നത്തോലി, മത്തി, അങ്ങനെ അയല, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മീനുകൾ. ഇന്ന് നമുക്ക് സുഭിക്ഷമാണ് എല്ലാ കാര്യത്തിലും. കാരണം 70-കൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് സുഭിക്ഷതയിലേക്ക് നമ്മൾ നീങ്ങിയത്. അപ്പം നമുക്ക് ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുവിധപ്പെട്ടവരുടെയൊക്കെ വീടുകളിൽ ആശാരി മൂശാരി പദം ഉപയോഗിച്ച് പറഞ്ഞുകൊണ്ടല്ല, അവിടെ പോലും നമുക്ക് സുഭിക്ഷതയാണ് കാണുന്നത്. കാരണം അവരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എന്താണ് ആഘോഷം എന്ന് പറഞ്ഞാൽ. ഇതാണ് തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ആ ഒരു ശൈലിയിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. നമ്മളുടെ അച്ഛനമ്മമാരെയോ അല്ലെങ്കിൽ മുതിർന്നവരെയോ അല്ലെങ്കിൽ ഇതുപോലെ പുരോഹിതരെയോ അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ മാനിക്കുന്ന, അധ്യാപകരെയൊക്കെ മാനിക്കുന്ന ആ ഒരു കാലമൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മളത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുമില്ല. മാത്രമല്ല, പകർന്നു കൊടുത്താലും ഇന്ന് രക്ഷയില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ അവകാശങ്ങളെ പറ്റി വളരെ ബോധവാന്മാരാണ്. അവകാശങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവകാശങ്ങൾ സാധിച്ചു തരുന്ന കാര്യങ്ങൾ അത് വീടുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഉള്ളൂ. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ച് അവർ നമ്മുടെ അവകാശങ്ങൾ അങ്ങനെ സാധിച്ചു തരത്തൊന്നുമില്ല. പക്ഷെ നിനക്ക് അവകാശങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പം ആ അവകാശങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് അടിക്കാൻ പറ്റില്ല, വഴക്ക് പറയാൻ പറ്റില്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ തിരിഞ്ഞു നിൽക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് കാലം മാറിപ്പോയി. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ ആ സ്നേഹം, അച്ഛനോടുള്ള സ്നേഹം, അമ്മയോടുള്ള സ്നേഹം, വീട്ടിലുള്ള മുതിർന്നവരോടുള്ള സ്നേഹം, പുരോഹിതരോടുള്ള സ്നേഹം, അധ്യാപകരോടുള്ള സ്നേഹം ഒക്കെ മാറിപ്പോയി. എല്ലാവരും അവരവരുടെ കാര്യത്തിന് മിടുക്കന്മാരോ മിടുക്കികളോ ഒക്കെ ആയി. പണ്ട് അച്ഛനോ അമ്മയോ ധിക്കരിച്ചാൽ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ വൈകുന്നേരം ചോറ് കിട്ടത്തില്ല, അല്ലെങ്കിൽ 3 നേരവും ചോറ് കിട്ടത്തില്ല. ചിലപ്പോൾ പ്രായപൂർത്തിയായവർക്കാണെങ്കിൽ അതിൻ്റെ അവകാശങ്ങൾ കിട്ടത്തില്ല, അച്ഛൻ്റെ സ്വത്തുക്കൾ കിട്ടത്തില്ല. അങ്ങനെ പേടിയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. പോരാ എന്നുള്ള രീതിയിലാണ് അച്ഛനോടും അമ്മയോടും പോലും സംസാരിക്കുന്നത്. കാരണം അവരുടെ ഏർണിംഗ് ആണ്. ഒരാൾക്ക് 40,000, 50,000, 1 ലക്ഷമൊക്കെ ശമ്പളം കിട്ടുകയാണ്. അയാളെ സ്വത്തും കൊണ്ട് പൊക്കോ എന്ന് പറയുന്ന ശൈലിയിലാണ് ഇന്ന് കുഞ്ഞുങ്ങൾ പൊതുവെയുള്ള പെരുമാറ്റം, അച്ഛനോടും അമ്മയോടും മാത്രമല്ല സമൂഹത്തോട്. അപ്പം ആ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം യേശുദേവൻ എന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഈശ്വര തുല്യനായിട്ടുള്ള ആ ഒരു വ്യക്തി പിറന്നത് ഏറ്റവും ദരിദ്രനായിട്ടാണ്. ഒരു ദൈവപുത്രനാണ്, എവിടെ വേണമെങ്കിലും പിറകാമായിരുന്നു. പക്ഷേ അദ്ദേഹം അല്ലെങ്കിൽ ദൈവം അദ്ദേഹത്തെ ജനിപ്പിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ്. പശുവിൻ്റെ ചാണകവും മൂത്രവും ആട്ടും കുട്ടികളുടെ കരച്ചിലും ബഹളവും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്താണ് യേശു ജനിച്ചത്. അവിടുന്ന് അദ്ദേഹം വളർന്നതും തൻ്റെ പിതാവിൻ്റെ തൊഴിൽ ആശാരിയായിരുന്നു. അല്ലെങ്കിൽ പിതാവിൻ്റെ കൂടെ അദ്ദേഹം വളരുന്നത് തച്ചൻ എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ഒരു ദൈവപുത്രൻ ആണ് ഞാൻ എന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല.
അങ്ങനെ അദ്ദേഹം വളർന്നു വരുന്നു. നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ ഉദ്ബോധിപ്പിച്ചു. ലോകം കണ്ട മഹാന്മാരിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള വചനങ്ങൾ നമുക്ക് വേണ്ടി തന്നു. പക്ഷേ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഇങ്ങനെ പറയുന്നതല്ലാതെ ജീവിതത്തിൽ പകർത്താനായിട്ട് നമുക്ക് സാധിക്കാറില്ല. നമ്മുടെ ചുറ്റിനും നമ്മൾ നോക്കിയാൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരും ആവശ്യത അനുഭവിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇന്നത്തെ ചില പാർട്ടികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വലിയ വലിയ എന്താ പറയുക, ഇത് വിലയുള്ള ആഹാര സാധനങ്ങളാണ് നശിപ്പിച്ച് കളയുന്നത്. അതിൻ്റെ ഒരു അംശം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് ചുറ്റുമുണ്ട്. നമ്മളതൊന്നും ശ്രദ്ധിക്കണമില്ല. നമ്മൾ വരുന്നു, അടിച്ചു പൊളിച്ചു വരുന്നു, ഏറ്റവും നല്ല വേഷത്തിൽ വരുന്നു, ഏറ്റവും വലിയ കാറിൽ വരുന്നു. ഇതൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആഗ്രഹമാണ് മനുഷ്യനെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പം നമുക്ക് ആഗ്രഹങ്ങൾ വേണം, തീർച്ചയായിട്ടും ഉന്നതിയിലേക്ക് വരണം. പക്ഷെ ആ ഉന്നതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. അത് ചെറുപ്പത്തിലേ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിൽ പലരും പുറത്തൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണ്, ജോലി ചെയ്തിട്ടുള്ളവരാണ്. നമുക്കറിയാം, അവിടെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഒരു മുട്ടായി അത് അതിൻ്റെ കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എഴുന്നേറ്റ് പോയി ഒരു ഡസ്റ്റ്ബിൻ അവിടെ ഉണ്ട്, അവിടെ വീഴും. ഇവിടെ ആണെങ്കിലോ നമ്മുടെ കസേരയുടെ അടിയിലോട്ട്. അപ്പം അതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ മുതിർന്നവരും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവർ കണ്ടിട്ടുമില്ലാതിരിക്കുന്നതൊക്കെ ആണ് ഈ തലമുറ പിന്തുടർന്നു പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതുവരെ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്നില്ല. പക്ഷെ നല്ല വേഷവും നല്ല മണവും നല്ല കാറും വീടും ഒക്കെ ഉണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷെ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട പോലെ പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല നമ്മുടെ നേതാക്കന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം തന്നെ നമുക്ക് ദിവസവും കാണാവുന്നതാണ് നമുക്ക്. അപ്പോൾ അത് മാറണം. നല്ല രീതിയിൽ ഉള്ള പെരുമാറ്റം നമുക്ക് എവിടെയും ഉണ്ടാവണം. മറ്റുള്ളവരെ മാനിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇത്രയും നല്ലൊരു വചനം വേറെ എവിടെയും ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്നാണ് പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരും അതേപോലുള്ള പ്രാസംഗികരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ യേശു പറഞ്ഞ വാചകത്തിനൊക്കപ്പുറം വേറൊരാളും പറഞ്ഞിട്ടില്ല. അതാണ് യേശുവിൻ്റെ മഹത്വം. അപ്പം അങ്ങനെയുള്ള ക്രിസ്ത്യാനിയായിട്ടുള്ള നമ്മൾ അതിൻ്റെ നല്ല കാര്യങ്ങളൊന്നും പഠിക്കാതെ പ്രവർത്തിക്കാതെ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുമസ് എത്ര എണ്ണം വന്നാലും നമ്മൾ നമ്മളുടേതായ ഒരു റോള് മറ്റുള്ളവർക്ക് വേണ്ടി ആ ദിവസമെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം ഉള്ള സമയത്തെങ്കിലും നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ക്രിസ്തുമസ് കൊണ്ട് നമുക്ക് വലിയ നേട്ടമൊന്നുമില്ല. എന്നാൽ നമുക്ക് നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം, നല്ല കേക്കുകൾ, ഇപ്പം മന്തി എന്ന് വേണ്ട എന്തെങ്കിലും വേണമെങ്കിലും കഴിക്കാം. അങ്ങനെയുള്ളൊരു ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം, അത് സത്യമാണ്. പക്ഷേ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ ഒരു നല്ല സമയം ആണ് ഈ ക്രിസ്തുമസ് എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രാകൃതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് യേശു നമുക്ക് വേണ്ടി കുരിശിൽ കയറിയത്. അപ്പോഴും പറയാനുള്ളത് ഇതേ ഉള്ളൂ, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. കാരണം അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ് ഇന്നത്തെ ലോകം. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനും കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനും അതേപോലെ കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ മാതാപിതാക്കളോടും അധ്യാപകരോടും ഗുരുസ്ഥാനീയരോടും ഒക്കെ നല്ല രീതിയിൽ പെരുമാറാനും ഉള്ള മനസ്സും സഹായങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ. ഈ ക്രിസ്തുമസും ഇനിയുള്ള വർഷങ്ങൾ അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. നല്ല നല്ല സന്ദേശങ്ങൾ ഇപ്പൊ ക്രിസ്തീയ ഗാനങ്ങൾ തന്നെ ഞാൻ പാടിയിട്ടുണ്ട്, കുറേ 10,000 പാട്ട് പാടിയിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ വെറും പാട്ടുകളല്ല. നമ്മൾ ഇന്ന് ഓരോന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഓരോ വരികളിലും ഒരുപാട് അർത്ഥങ്ങളുള്ള പാട്ടുകളുണ്ട്. എന്നെ തന്നെ ചിലരൊക്കെ വന്നിട്ട് വിളിച്ചു പറയാറുണ്ട്, സാറേ ഞാൻ ഭയങ്കര കുടിയായിരുന്നു, സാറിൻ്റെ ചില പാട്ടുകൾ കേട്ടിട്ട് എനിക്ക് ഇപ്പോൾ അത് കുടിക്കണമെന്ന് തോന്നാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയാറുണ്ട് നല്ല
ഇപ്പം ഞാൻ ഒരുപാട് കുറച്ചു, ഒരു പാക്കറ്റൊക്കെ ആയിട്ട് കുറച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ചില പാട്ടുകളിലുള്ള വരികൾ നമ്മളെ സ്വാധീനിക്കും. അതേപോലെ നമ്മുടെ അച്ഛനമ്മമാരെ ഇപ്പൊ തന്നെ നമ്മൾ പറയുന്നുണ്ട്, അല്ല കർത്താവ് തന്നെ പറയുന്നുണ്ട്, 10 ആടുകളിൽ ഒരെണ്ണത്തിന് നഷ്ടപ്പെട്ടാൽ പോലും അതിനെ തിരഞ്ഞാണ് പോകുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് നല്ല നല്ല വചനങ്ങളും മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഈ പാട്ടുകളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അത് ശ്രദ്ധാപൂർവം നമ്മൾ കേട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. അല്ലാതെ ഇത് ഇങ്ങനെ കുറെ പേര് എഴുതുന്നു, കുറച്ച് പേര് സംഗീതം കൊടുക്കുന്നു, കുറച്ച് പേര് പാടുന്നു, അങ്ങനെയല്ല. ശരിക്കും ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ചും ഭക്തി ഗാനങ്ങളിൽ നമുക്ക് നല്ല നല്ല സന്ദേശങ്ങൾ കിട്ടുന്ന ഒരു ഇടമാണ് ഭക്തിഗാനം. ലവ് സോങ്സിനെ പറ്റി നമുക്ക് അങ്ങനെയുള്ള അഭിപ്രായമൊന്നുമില്ല, അത് കേട്ട് രസിക്കുക എന്ന് മാത്രമേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ ഉണ്ടാവണം. കുഞ്ഞുങ്ങൾ അതിൻ്റെ അച്ചടക്കത്തിൽ വളരാനായിട്ട് ശ്രമിക്കണം. മാതാപിതാക്കളെ ഗുരുക്കന്മാരെയൊക്കെ മാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഹൃദ്യമായ ഒരു ആഘോഷമായിരിക്കട്ടെ. അതേപോലെ തന്നെ വരുന്ന വർഷങ്ങളിലും ഏറ്റവും നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എല്ലാവിധ നന്മകളും ഉള്ള ഒരു ക്രിസ്മസ് അതേപോലെ പുതുവത്സരം ആഘോഷിക്കുകയാണ്. ഇടവരട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു ശ്രീ മാർക്കോസ്. അടുത്തത്